ഇന്ത്യൻ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ നമ്മളിന്ന് മൊഡ്യൂൾ 3 ആരംഭിക്കുകയാണ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മ്യൂച്വൽ ഫണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. നോക്കുക, വാട്ട് ഈസ് എ മ്യൂച്വൽ ഫണ്ട്? ഒരു മ്യൂച്വൽ ഫണ്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ താഴെ പറയുന്ന ഓപ്ഷനിൽ നിന്ന് ശരിയായിട്ടുള്ള ഉത്തരം എ പ്രൊഫഷണലി മാനേജ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ദാറ്റ് പൂൾസ് മണി ഫ്രം മൾട്ടിപ്പിൾ ഇൻവെസ്റ്റേഴ്സ്. അതായത് പലതരത്തിലുള്ള ആളുകളിൽ നിന്ന്, മൾട്ടിപ്പിൾ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന്, ധാരാളം ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ചെറിയ ചെറിയ തുകകൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു പൂളായിട്ടല്ലേ ഒരുമിച്ച് ആ ഒരു തുക കമ്പനിയുടെ ഷെയറുകളിലും ബോണ്ടുകളിലൊക്കെ നിക്ഷേപിച്ച് അതിൻ്റെ ലാഭം ഇൻവെസ്റ്റേഴ്സിന് തിരികെ കൊടുക്കുന്ന ആ ഒരു സ്ഥാപനമാണ് മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഫണ്ടിങ് സ്കീമിനെ നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ വാട്ട് ഈസ് ദി പ്രൈമറി അഡ്വാൻറ്റേജസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ മ്യൂച്വൽ ഫണ്ട്? അപ്പോൾ നമുക്ക് ഷെയറിലോ ഡിബഞ്ചറിലോ ഡയറക്റ്റായിട്ട് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ വഴിയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു വൈദഗ്ധ്യം അല്ലെങ്കിൽ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഉള്ള ഒരു കൂട്ടം ആളുകളുടെ സേവനം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കമ്പനികളെക്കുറിച്ച് ധാരാളം പഠിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ സമയം കുറേ വേസ്റ്റ് ആവും അല്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൊഫഷണൽ ടീമിനെ ഏൽപ്പിക്കാം. മ്യൂച്വൽ ഫണ്ടിന് അത്തരത്തിലുള്ള ഫണ്ട് മാനേജർമാർ അത്തരം കാര്യങ്ങളിൽ സ്പെഷ്യലിസ്റ്റുകളാണ്. അപ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രൊഫഷണൽ നമ്മുടെ പണത്തെ അവർ പ്രൊഫഷണലി മാനേജ് ചെയ്ത് തരും അല്ലേ. അതാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ദി കണ്ടക്സ്റ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്? മ്യൂച്വൽ ഫണ്ടിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട് എന്ന് പറയുന്നു. അതായത് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക അത് പല പല ഷെയറുകളായിട്ടാണ് അവർ നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഷെയറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെയറിനുള്ള പണം ഇടിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ വില ഇടിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ഡൈവേഴ്സിഫിക്കേഷൻ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ചെയ്യും. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ പണം പല ഡിബഞ്ചറുകളിൽ പല ഷെയറുകളിലായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇൻവെസ്റ്റിംഗ് ഇൻ എ വെറൈറ്റി ഓഫ് സെക്യൂരിറ്റീസ് ടു റെഡ്യൂസ് റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു ഷെയറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത് അല്ലേ. അതായത് പല സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുക. ദെൻ വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ഫണ്ട് മാനേജർ ഇൻ മ്യൂച്വൽ ഫണ്ട്? മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഫണ്ട് മാനേജർമാരുണ്ടാകും. അതായത് നമ്മൾ ഏൽപ്പിക്കുന്ന നമ്മുടെ ഫണ്ട്, നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക ആ ഫണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അല്ലേ. ആ ഫണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടി വൈദഗ്ധ്യമുള്ള ആളുകളുണ്ടാവും. അവരുടെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു മാനേജ് ദ ഫണ്ട്സ് പോർട്ട്ഫോളിയോ ആൻഡ് മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന തുക അത് ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് NAV ഓഫ് എ മ്യൂച്വൽ ഫണ്ട്? ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂ കണക്കാക്കുന്ന അല്ലെങ്കിൽ വാല്യൂ പറയുന്നത് അതിൻ്റെ NAVനെ അടിസ്ഥാനമാക്കിയാണ്. NAV എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് അസറ്റ് വാല്യൂ എന്നുള്ള അതിൻ്റെ ഫുൾ ഫോം കേട്ടോ, ഓർത്തിരിക്കുക. NAV എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് അസറ്റ് വാല്യൂ. ദെൻ സെക്ഷൻ B നോക്കുക, എ മ്യൂച്വൽ ഫണ്ട് ആർ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഫോർ ബിഗിനേഴ്സ്. മ്യൂച്വൽ ഫണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ബിഗിനേഴ്സിന്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ തുടക്കക്കാർക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടാണ്. നേരിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ഏതെങ്കിലും കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുന്നതിന് പകരം മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നു. ശരിയാണ്. ദേ ഓഫർ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ബെനിഫിറ്റ്. മ്യൂച്വൽ ഫണ്ട് വഴി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ ഏതൊക്കെയാണ്? പ്രൊഫഷണൽ മാനേജ്മെൻ്റ് ഉണ്ട്, നമ്മുടെ പണത്തെ അവർ ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ബിഗിനേഴ്സിന് നല്ലത് മ്യൂച്വൽ ഫണ്ടാണല്ലേ. അപ്പോൾ രണ്ട് കാര്യങ്ങളും ശരിയാണല്ലേ. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക്. മാർക്കറ്റ് റിസ്കിന് സബ്ജക്റ്റ് അല്ലെങ്കിൽ വിധേയമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ അല്ലേ. മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും ഓഹരി വിപണിയിൽ നമ്മൾ എങ്ങനെ നിക്ഷേപിച്ച് കഴിഞ്ഞാലും അതിൽ മാർക്കറ്റിൻ്റെ റിസ്കിന് വിധേയമാണല്ലേ. അവിടെ നഷ്ടസാധ്യത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് മ്യൂച്വൽ ഫണ്ടിലും അങ്ങനെ തന്നെയാണല്ലേ. ദ വാല്യൂ ഓഫ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് ക്യാൻ ഫ്ലക്ച്വേറ്റ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റിലെ കണ്ടീഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ലോകത്തിലെ സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് യുദ്ധഭീഷണിയും മറ്റു കാര്യങ്ങൾ, തർക്കങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടിവുണ്ടാകുന്നതിനൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും അല്ലേ. അപ്പോൾ അതെല്ലാം മ്യൂച്വൽ ഫണ്ടിലെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശരിയാണ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കുക. മ്യൂച്വൽ ഫണ്ട് പൂൾ മണി ഫ്രം മൾട്ടിപ്പിൾ ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ ഡൈവേഴ്സിഫൈഡ് സെക്യൂരിറ്റീസ്. ധാരാളം ആളുകളിൽ നിന്ന് പണം മ്യൂച്വൽ ഫണ്ട് കളക്ട് ചെയ്തിട്ട് അത് വ്യത്യസ്ത ഓഹരികളിലും വ്യത്യസ്ത സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്നു അല്ലേ. ശരിയാണ്. മ്യൂച്വൽ ഫണ്ട്സ് ഗ്യാരണ്ടി ഫിക്സഡ് റിട്ടേൺസ് റിഗാർഡ്ലെസ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻ. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നിശ്ചിതമായിട്ടുള്ള റിട്ടേൺ കിട്ടുമെന്ന് അവർ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. തെറ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഗ്യാരണ്ടി അവർ കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപങ്ങളും നഷ്ടസാധ്യതയ്ക്ക് വിധേയമാണല്ലേ. ദെൻ പ്രൊഫഷണൽ ഫണ്ട് മാനേജ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. മ്യൂച്വൽ ഫണ്ടിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യുന്നത്
പ്രൊഫഷണൽ ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സാണ്. അത് ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ 1 and 3 ആർ കറക്റ്റ് അല്ലേ. മ്യൂച്വൽ ഫണ്ട് റെഡ്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ബൈ ഡൈവേഴ്സിഫൈങ് അക്രോസ് വേരിയസ് അസറ്റ് ക്ലാസസ്. ഇപ്പോൾ റിസ്ക് കുറയ്ക്കുന്നത് വ്യത്യസ്ത സെക്യൂരിറ്റികൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടാണല്ലേ, ശരിയായിട്ടുള്ള കാര്യമാണ്. ഡൈവേഴ്സിഫിക്കേഷൻ മീൻസ് ദാറ്റ് ലോസസ് ഇൻ വൺ അസറ്റ് ക്ലാസ് ആർ ബാലൻസ്ഡ് ബൈ ഗെയിൻസ് ഇൻ അനദർ. അപ്പോൾ അതായത് ഒരു സ്റ്റോക്കിൽ നഷ്ടം ഉണ്ടായാലും മറ്റൊരു സ്റ്റോക്കിൽ അത് ലാഭം ഉണ്ടാകുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ട് ഈ നഷ്ടസാധ്യത നമുക്ക് പരമാവധി കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ ശരിയാണ്. മ്യൂച്വൽ ഫണ്ട്സ് ആർ സ്യൂട്ടബിൾ ഓപ്ഷൻ ഫോർ ഇൻവെസ്റ്റേഴ്സ് വിതൗട്ട് ഫിനാൻഷ്യൽ എക്സ്പെർട്ടൈസ്. നമ്മൾ ഫൈനാൻഷ്യൽ എക്സ്പെർട്ടൈസ്, അതായത് നമുക്ക് എക്സ്പെർട്ടൈസോട് കൂടി ഷെയറുകളിലും ഡിബഞ്ചറുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് അറിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, മ്യൂച്വൽ ഫണ്ട് അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ പണം അവർ ബുദ്ധിപൂർവ്വം നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് തരും അല്ലേ. ശരിയായിട്ടുള്ള കാര്യമാണ്. പ്രൊഫഷണൽ ഫണ്ട് മാനേജേഴ്സ് ഹാൻഡിൽ ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഇൻ മ്യൂച്വൽ ഫണ്ട്. അതായത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പണം കൈകാര്യം ചെയ്യുന്നത് ആ മ്യൂച്വൽ ഫണ്ടിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ അറിയാവുന്ന ഫണ്ട് മാനേജേഴ്സാണ് അല്ലേ. അപ്പോൾ ഈ 2 കാര്യങ്ങളും ശരിയാണ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. മ്യൂച്വൽ ഫണ്ട് ഹെൽപ്പ് ഇൻ സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ആക്സസ് പ്രൊഫഷണലി മാനേജ്ഡ് പോർട്ട്ഫോളിയോസ്. മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തുക കൈവശമുള്ളവർക്കും വലിയ കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഷെയറുകൾ വാങ്ങുന്ന അതേ ഗുണം കിട്ടുന്നതിന് കാരണമാകുന്നു അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്നതാണ് മ്യൂച്വൽ ഫണ്ട്. ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കയ്യിൽ ചെറിയൊരു തുകയുള്ളെങ്കിലും നമുക്ക് ഒരു കമ്പനിയുടെ ഷെയറുകൾ മറ്റ് കമ്പനികളുടെ ഷെയറുകളൊക്കെ മ്യൂച്വൽ ഫണ്ട് നമുക്ക് വേണ്ടി വാങ്ങുന്നു അല്ലേ. അതായത് ഒരു ഷെയറിൻ്റെ ഒരു പാർട്ടായിരിക്കും ചിലപ്പോൾ വാങ്ങുന്നത് അല്ലേ, പക്ഷേ എങ്കിൽ പോലും അത്രയും ഭാഗം നമുക്ക് വാങ്ങാനുള്ള അവസരം ലഭിക്കുന്നു. 2, ദേ റെഡ്യൂസ് റിസ്ക് ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ വഴി റിസ്ക് കുറയ്ക്കുന്നു. ഈ 2 കാര്യങ്ങളും ശരിയാണ് അല്ലേ. മ്യൂച്വൽ ഫണ്ട് ഡു നോട്ട് അലൗ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അനുവാദം കൊടുക്കുന്നില്ല എന്ന് ശരിയല്ല. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് നമുക്ക് സാധാരണക്കാർക്കെല്ലാം ചെറിയ തുകയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ 1 and 2 ആർ കറക്റ്റ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് അലൗസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് യൂണിറ്റ്സ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ ഔട്ട് ദ ട്രേഡിംഗ് ഡേ. അതായത് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വഴി നമുക്ക് ഈ ഒരു മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാനും വിൽക്കാനും എല്ലാം സാധിക്കുന്ന അത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്പൺ എൻഡഡ് ഫണ്ട്സ് ആണല്ലേ. ഓപ്പൺ എൻഡഡ് ഫണ്ട്സ് എന്നാണ് അതിന് പറയുക. സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നമുക്ക് ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനും സാധിക്കും. Then which mutual fund schemes primarily invest in government securities, corporate bonds and money market instrument? അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ ഏത് ടൈപ്പ് സ്കീമാണ്? ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസിൽ, പിന്നെ കോർപ്പറേറ്റ് ബോണ്ടുകൾ, അതായത് കമ്പനികളുടെ ഡിബഞ്ചറുകളിൽ, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിന് ഡെപ്റ്റ് ഫണ്ട് എന്നാണ് പറയുന്നത് അല്ലേ, ഡെപ്റ്റ് ഫണ്ട്. ദെൻ വിച്ച് മ്യൂച്വൽ ഫണ്ട് ടൈപ്പ് കമ്പൈൻസ് ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് ഓപ്പൺ എൻഡഡ് ആൻഡ് ക്ലോസ് എൻഡഡ് ഫണ്ട്സ്? അപ്പോൾ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെയും ക്ലോസ് എൻഡഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെയും രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് അടങ്ങിയിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട്. ഒപ്പം തന്നെ ബൈ അലവിങ് റിഡംഷൻ അറ്റ് സ്പെസിഫിക് ഇൻ്റർവെൽസ്, നിശ്ചിത സമയങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ നിശ്ചിത ഇടവേളകളിൽ നമുക്ക് ആ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിൽക്കാനും സാധിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിന് ഇൻ്റർവെൽ ഫണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. ദെൻ വിച്ച് ടൈപ്പ് ഓഫ് ETF? എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നാണ് ETF-ൻ്റെ ഫുൾ ഫോം കേട്ടോ. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഈ സ്പെസിഫിക്കലി ഡിസൈൻ ടു ട്രാക്ക് ദ പ്രൈസ് ഓഫ് ഗോൾഡ്. ഗോൾഡിൻ്റെയൊക്കെ വില കയറുന്നതനുസരിച്ച് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റിൻ്റെ വിലയും കയറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഗോൾഡിനൊക്കെ വില നന്നായിട്ട് കൂടുന്ന സമയമാണ് അല്ലേ. അപ്പോൾ സാധാരണ ഒത്തിരി ആളുകൾ ഇപ്പോൾ നേരിട്ട് ഷെയറുകളൊക്കെ നിക്ഷേപിക്കുന്നതിന് പകരം അല്ലെങ്കിൽ സ്റ്റോക്കുകളിലും ഡിബഞ്ചറുകളൊക്കെ നിക്ഷേപിക്കുന്ന പകരം ഗോൾഡിൽ നിക്ഷേപിക്കാറുണ്ട്. അപ്പോൾ ഗോൾഡ് നമുക്ക് ഫിസിക്കൽ ഗോൾഡ് വാങ്ങി വയ്ക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് ഗോൾഡിനെ ബേസ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതിനെ ഗോൾഡ് ETF എന്നാണ് പറയുന്നത്. ഗോൾഡ് ETF, ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. What type of mutual fund is traded like a share on a stock exchange and typically follows an index? അപ്പോൾ നമുക്ക് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർ പോലെ വിൽക്കപ്പെടുന്ന മ്യൂച്വൽ ഫണ്ട്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡെക്സ് അതിനൊക്കെ ബേസ് ചെയ്തുള്ള മ്യൂച്വൽ ഫണ്ട് ഏതാണ്? അതിനെ ETF എന്നാണ് പറയുന്നത്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. അടുത്തത് വിച്ച് മ്യൂച്വൽ ഫണ്ട് ഫോക്കസ് ഓൺ സ്പെസിഫിക് സെക്ടർ ഓർ ഇൻഡസ്ട്രി? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ടറിനെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ ബേസ് ചെയ്തുള്ള മ്യൂച്വൽ ഫണ്ട് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിന് സെക്ടറൽ ഫണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. സെക്ടറൽ ഫണ്ട്, അതിന് ഫാർമ ഫണ്ട് അല്ലെങ്കിൽ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനീസിലെ അതുമായിട്ട് ബന്ധപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ അത്തരത്തിലുള്ള സെക്ടറൽ ഫണ്ടുകൾ ഉണ്ടാകാം. വിച്ച് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ഇൻ ഷെയർസ് ഓഫ് അതർ മ്യൂച്വൽ ഫണ്ട്? മറ്റ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഷെയറുകൾ വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾക്ക് പറയുന്ന പേര് ഫണ്ട്സ് ഓഫ് ഫണ്ട്സ് എന്നാണ് പറയുന്നത് അല്ലേ. ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്നാണ് പറയുന്നത്. അതായത് മറ്റ് മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ ഷെയറുകളായിരിക്കും ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി വാങ്ങുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിന് ഫണ്ട് ഓഫ് ഫണ്ട്സ് പറയും.
ദെൻ വാട്ട് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ടിപ്പിക്കലി ഇൻവെസ്റ്റ് ഇൻ ബോത്ത് ഷെയർസ് ആൻഡ് ബോണ്ട്സ്? ഷെയറുകളിലും ബോണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് എന്താണ്? ഹൈബ്രിഡ് ഫണ്ടുകൾ എന്നാണ് പറയുക, ഹൈബ്രിഡ് ഫണ്ട്. വിച്ച് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ഇൻ കമ്പനീസ് വിത്ത് ഹൈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ? വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അതായത് കൂടിയ വിലയുള്ള ഷെയറുകൾ, ധാരാളം ഷെയറുകളുള്ള ലാർജ് ക്യാപ് കമ്പനീസ്, വലിയ ക്യാപിറ്റലുള്ള കമ്പനികളെ, അത്തരത്തിലുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളെ ലാർജ് ക്യാപ് ഫണ്ട് എന്നാണ് പറയുന്നത്. ലാർജ് ക്യാപിറ്റലുള്ള കമ്പനികൾ അല്ലേ, അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുമ്പോൾ ആ മ്യൂച്വൽ ഫണ്ടുകളെ ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറയും. വിച്ച് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് പ്രൈമർലി ഇൻ ഷെയർസ്? ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിനെ ഇക്വിറ്റി ഫണ്ട്സ് എന്ന് പറയും. ദെൻ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ദേ പ്രൈമർലി ഇൻവെസ്റ്റ് ഇൻ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. അവർ ഫിക്സഡ് ഇൻകം കിട്ടുന്ന സെക്യൂരിറ്റികളാണ്, അതായത് ഡിബഞ്ചർ പോലുള്ള സെക്യൂരിറ്റികളാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലേ, ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ദേ ആർ ജനറലി കൺസിഡർ ലെസ് റിസ്കി ദാൻ ഇക്വിറ്റി ഫണ്ട്. ഇക്വിറ്റി ഫണ്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്ക് റിസ്ക് കുറവാണ്. കാരണം ഫിക്സഡ് ഇൻകം കിട്ടുന്ന ഡിബഞ്ചറുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനാണ് റിസ്ക് കുറവല്ലേ, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും. ദേ പ്രൊവൈഡ് ഹയർ റിട്ടേൺസ് ആൻഡ് ഇക്വിറ്റി ഫണ്ട്സ്. ഇക്വിറ്റി ഫണ്ടിനേക്കാളും ഹയർ റിട്ടേൺ അവർ ലോങ് ടൈമിലേക്ക് നൽകുമെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. സാധാരണ ലോങ് ടൈമിലേക്ക് ഇക്വിറ്റി ഷെയറുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾക്കാണ് കൂടുതൽ ലാഭം കിട്ടാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇവിടെ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ് എന്നുള്ളതാണ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോവിങ് മ്യൂച്വൽ ഫണ്ട് ടൈപ്സ് പ്രൈമർലി ഇൻവെസ്റ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്? ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഗിൽറ്റ് ഫണ്ടാണല്ലേ, ഗിൽറ്റ് എഡ്ജഡ് ഫണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗിൽറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ സ്കീമിനാണ് ഗിൽറ്റ് ഫണ്ട് എന്ന് പറയുക. വിച്ച് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് എയിംസ് ടു പ്രൊവൈഡ് ബോത്ത് ഗ്രോത്ത് ആൻഡ് ഇൻകം? അതായത് ഒരേ സമയം തന്നെ വളർച്ചാ സാധ്യതയും ഒപ്പം തന്നെ ഡിവിഡൻഡ് പോലുള്ള ഇൻകവും രണ്ടും കിട്ടുന്ന, അതായത് നമ്മൾ മുടക്കിയിരിക്കുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷൻ, ക്യാപിറ്റൽ കൂടും, ഒപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഡിവിഡൻഡും കിട്ടും. അത്ര ഗ്രോത്തും ഇൻകവും കിട്ടുന്ന തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ, അത് എന്താണ്? അത് ബാലൻസ്ഡ് ഫണ്ട് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ റിഗാർഡിംഗ് ഇൻഡെക്സ് ഫണ്ട്? ഇൻഡെക്സ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യം, ദ എയിം ടു റിപ്പീറ്റ് ദ പെർഫോമൻസ് ഓഫ് സ്പെസിഫിക് മാർക്കറ്റ് ഇൻഡെക്സ് അല്ലേ. അതായത് റെപ്ലിക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിലെ ഇൻഡെക്സ്, ഇപ്പോൾ അത് സെൻസെക്സോ നിഫ്റ്റി അതുപോലുള്ള ഇൻഡെക്സുകളുടെ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണോ അത് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് അതുപോലെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ അനുകരിച്ച്, അല്ലെങ്കിൽ അതേ എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ഫണ്ടുകളാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നിഫ്റ്റി സെൻസെക്സ് അതിനെ ബേസ് ചെയ്തായിരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻസെക്സ് ഉയരുകയാണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ വാല്യൂം കൂടുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സെക്ടറൽ മ്യൂച്വൽ ഫണ്ട്. സെക്ടറൽ മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ ഇൻവെസ്റ്റ് ഇൻ സ്പെസിഫിക് സെക്ടർ ഓഫ് ദി എക്കോണമി. ശരിയായിട്ടുള്ള കാര്യമാണ്. ദ ഓഫർ ഹയർ ഡൈവേഴ്സിഫിക്കേഷൻ കമ്പയർഡ് ടു ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ട്. ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അല്ലേ. ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ല, ഹയർ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടെന്ന് പറയുന്നത് പറയില്ല, കാരണം ഒരു പർട്ടിക്കുലർ സെക്ടറിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 and 3 ദേ ക്യാൻ ബി മോർ വോളറ്റൈൽ ഡ്യൂ ടു കോൺസെൻട്രേറ്റഡ് എക്സ്പോഷർ അല്ലേ. അപ്പോൾ അവരുടെ ഇത്തരത്തിലുള്ള സെക്ടറൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വോളറ്റൈൽ ആകാനുള്ള സാധ്യതയുണ്ട്, പെട്ടെന്നൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ആ പർട്ടിക്കുലർ സെക്ടറിൽ മാത്രം എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നമ്മൾ മുടക്കിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്ന തുക കുറയാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 and 3 അതാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ശരിയാണ്. ദെൻ ELSS മ്യൂച്വൽ ഫണ്ട്സ് ആർ പോപ്പുലർ ടാക്സ് സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ. അപ്പോൾ ELS എന്ന് വെച്ചാൽ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീമാണല്ലേ. അതായത് അത്തരത്തിലുള്ള ഈ ഒരു മ്യൂച്വൽ ഫണ്ടുകൾ അത് ടാക്സ് സേവിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ELSSൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻകം ടാക്സ് ആക്ടിൽ സെക്ഷൻ 80 പ്രകാരം നമുക്ക് ഇളവുകൾ ലഭിക്കുന്നതാണ് അല്ലേ. അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നിക്ഷേപത്തിൽ മേൽ നമുക്ക് ഇളവുകൾ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ELS ആർ എലിജിബിൾ ഫോർ ടാക്സ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ഓഫ് ഇൻകം ടാക്സ് ആക്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളും ശരിയാണ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ട്സ് അലൗസ് ഇൻവെസ്റ്റേഴ്സ് ടു ബൈ ആൻഡ് സെൽ യൂണിറ്റ്സ് അറ്റ് എനി ടൈം. ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ടുകൾ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനും സാധിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അല്ലേ. ക്ലോസ് എൻഡഡ് മ്യൂച്വൽ ഫണ്ട് ക്യാൻ ഓൺലി ബി ട്രേഡഡ് ഓൺ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആഫ്റ്റർ ദി ഇനീഷ്യൽ ഓഫറിംഗ്. ക്ലോസ് എൻഡഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആഫ്റ്റർ ദി ഇനീഷ്യൽ ഓഫറിംഗ്, കമ്പനി ഒരു തവണ അത് ഇഷ്യൂ ചെയ്തതിന് ശേഷം പിന്നീട് നമുക്കത് വാങ്ങണമെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വഴി അത് മാത്രമേ അത് വാങ്ങാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എല്ലാം കറക്റ്റാണെന്ന് പറയുന്നത്. ഇൻ്റർവൽ സ്കീംസ് അലൗഡ് റിഡംഷൻ ഓൺലി അറ്റ് സ്പെസിഫിക് ഇൻ്റർവൽസ് നോട്ട് കണ്ടിന്യൂസ്ലി. സ്പെസിഫിക് ഇൻ്റർവൽസിൽ റിഡംഷൻ നടത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ നിശ്ചിത കാലയളവ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ മ്യൂച്വൽ ഫണ്ടുകൾ യൂണിറ്റുകൾ വിൽക്കാനോ അല്ലെങ്കിൽ റിഡംഷൻ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള
ആ മ്യൂച്വൽ ഫണ്ടുകളെയാണ് നമ്മൾ ഇൻ്റർവൽ സ്കീംസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അത് നോക്കുക. ഇക്വിറ്റി ഫണ്ട്സ് ഇൻവെസ്റ്റ് പ്രൈമർലി ഇൻ ഷെയർസ് ആൻഡ് ആർ സ്യൂട്ടബിൾ ഫോർ ലോങ് ടൈം ക്യാപിറ്റൽ ഗ്രോത്ത്. ഇപ്പോൾ ഇക്വിറ്റി ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷെയർ മേലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ലോങ് ടൈം ക്യാപിറ്റൽ ഗ്രോത്തിന് അതാണ് നല്ലത്, കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഡെപ്റ്റ് ഫണ്ട്സ് ആർ ലെസ് വോളറ്റൈൽ ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ബോണ്ട്. ഡെപ്റ്റ് ഫണ്ടിൻ്റെ വാല്യൂ അങ്ങനെ പെട്ടെന്ന് കുറയാനുള്ള സാധ്യതയില്ല. അത് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ശരിയാണ്. ഗോൾഡ് ETF പ്രൊവൈഡ് ഫിസിക്കൽ ഡെലിവറി ഓഫ് ഗോൾഡ് ടു ഇൻവെസ്റ്റേഴ്സ് ഓൺ റിഡംഷൻ. അപ്പോൾ ഗോൾഡ് ETF അത് റിഡംഷൻ നടത്തുമ്പോൾ നമുക്ക് ഫിസിക്കൽ ഡെലിവറി ഓഫ് ഗോൾഡ്, നമുക്ക് ഗോൾഡ് കിട്ടും എന്നാണ് പറയുന്നത്. അങ്ങനെ ഗോൾഡായിട്ട് കിട്ടില്ല, നമുക്കതിൻ്റെ വ്യത്യാസം എത്രയാണ് നമുക്ക് വാല്യൂലുണ്ടാകുന്ന വ്യത്യാസം, നമുക്ക് ലാഭം ഉണ്ടെങ്കിൽ ലാഭമാണ് നമുക്ക് നൽകുക, അല്ലേ. അപ്പോൾ അതാണ് ബോത്ത് 1 and 2 ആർ കറക്റ്റ്, അല്ലേ. മൂന്നാമത് നേരിട്ട് കറക്റ്റ് അല്ല. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. ഇൻഡെക്സ് ഫണ്ട്സ് എയിംസ് ടു റെപ്ലിക്കേറ്റ് ദ പെർഫോമൻസ് ഓഫ് സ്പെസിഫിക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. നമ്മൾ ആദ്യം കണ്ടതാണ്, ശരിയാണ്. ETFs ആർ ട്രേഡഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലൈക്ക് ഇൻഡിവിജ്വൽ ഷെയർസ്, അതും ശരിയാണ്. ഇൻ്റർവൽ ഫണ്ട്സ് ആർ ട്രേഡഡ് ത്രൂ ഔട്ട് ദ ഡേ ഓൺ എക്സ്ചേഞ്ച് ലൈക്ക് ETF പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ത്രൂ ഔട്ട് ദ ഡേ എപ്പോഴാണെങ്കിലും നമുക്ക് ഇൻ്റർവൽ ഫണ്ട് വിൽക്കാനും വാങ്ങാനും സാധിക്കുന്നു. അത് ശരിയല്ല, നമ്മൾ ആദ്യം പറഞ്ഞു, അല്ലേ. ഫിക്സഡ് ഇൻ്റർവൽസിൽ മാത്രമേ അതിൻ്റെ റിഡംഷൻ സാധ്യമാവുകയുള്ളൂ. ദെൻ ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ട്സ് ആർ മോർ ലിക്വിഡ് ദാൻ ക്ലോസ് എൻഡഡ് മ്യൂച്വൽ ഫണ്ട്. ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ടാണ് ക്ലോസ് എൻഡഡ് മ്യൂച്വൽ ഫണ്ടിനേക്കാളും കൂടുതൽ ലിക്വിഡ്, കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്കത് വാങ്ങാനും വിൽക്കാനും സാധിക്കും, അല്ലേ. Then open-ended funds allow investors to redeem their units at any time, whereas closed-ended funds can only be traded around stock exchange. അപ്പോൾ ഓപ്പൺ-എൻഡഡ് ഫണ്ട്സ് ആണെങ്കിൽ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനും സാധിക്കും. പക്ഷേ ക്ലോസ്-എൻഡഡ് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ആയതുകൊണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആ ഒരു ടൈമിൽ മാത്രമേ, അതിൻ്റെ ആ ഒരു സമയത്ത് മാത്രമേ അത് നമുക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കുകയുള്ളൂ. രണ്ട് കാര്യങ്ങൾ ശരിയാണ്. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആർ സ്യൂട്ടബിൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് സീക്കിംഗ് സ്റ്റേബിൾ ഇൻകം ആൻഡ് ലോവർ റിസ്ക്. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനവും ഒപ്പം തന്നെ കുറഞ്ഞ റിസ്ക്കും മതി എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് അനുയോജ്യമാണ്, ശരിയാണ്. ഡെപ്റ്റ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ഇൻ ഹൈ റിസ്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഇക്വിറ്റീസ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഡെപ്റ്റ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈ റിസ്ക് ആയിട്ടുള്ള ഇക്വിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്, അല്ലേ. അവർ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡിബഞ്ചർ പോലുള്ള അല്ലെങ്കിൽ ബോണ്ട് പോലുള്ള അല്പം സുരക്ഷിതമായിട്ടുള്ള സെക്യൂരിറ്റികളാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം തെറ്റാണ്. അപ്പോൾ A is true but R is false ആണ്. ഗോൾഡ് ETFs ആർ എഫിഷ്യൻറ്റ് വേ ടു ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ് വിത്തൗട്ട് ഹോൾഡിംഗ് ഇറ്റ് ഫിസിക്കലി. നമ്മൾ ഫിസിക്കൽ ഗോൾഡ് നമ്മൾ വാങ്ങി കൈവയ്ക്കുന്നതിന് പകരം നമുക്ക് സേഫായിട്ട് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് ഗോൾഡ് ETF, അല്ലേ, ശരിയാണ്. ഗോൾഡ് ETFs ഇൻവെസ്റ്റ് ഇൻ ബോത്ത് ഫിസിക്കൽ ഗോൾഡ് ആൻഡ് ഗോൾഡ് മൈനിങ് കമ്പനീസ്. ഗോൾഡ് ETF ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ഗോൾഡിലും ഗോൾഡ് മൈനിങ് കമ്പനീസിലും ഉണ്ടെന്ന്. ഗോൾഡ് മൈനിങ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഗോൾഡ് മൈനിങ് കമ്പനികളുടെ ഷെയറിലൊന്നും അല്ല അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർ ഫിസിക്കൽ ഗോൾഡ് തന്നെയാണ് എൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിയാണ്. പക്ഷേ ഈ രണ്ടാമത്തെ കാര്യം തെറ്റാണ്, അല്ലേ. അപ്പോൾ റീസൺ തെറ്റാണ്. അപ്പോൾ A is true but R is false. ഇൻഡെക്സ് ഫണ്ട്സ് പ്രൊവൈഡ് ലോവർ എക്സ്പോഷർ റേഷ്യോസ് കമ്പയർഡ് ടു ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട്. ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡെക്സ് ഫണ്ട്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇൻഡെക്സിനെ ബേസ് ചെയ്തുള്ള ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ, അവരുടെ ചിലവ് കുറവാണ്, അല്ലേ. ആ എക്സ്പെൻസ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ചിലവുണ്ടാകുന്നത് അത്രയും ചിലവിൻ്റെ ഒരു വീതം നമ്മളും ഇൻവെസ്റ്റേഴ്സും കൊടുക്കണം. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞ ഫണ്ടുകൾ തിരഞ്ഞെടുത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ ഇൻഡെക്സ്ഡ് ഫണ്ടിൽ എക്സ്പെൻസ് റേഷ്യോ കുറവാണ്, കാരണം അത് ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യപ്പെടുന്നില്ല. അതിൻ്റെ ഏക മാനദണ്ഡം എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻഡെക്സ് എങ്ങനെയാണ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളത് നോക്കിയാണ് അതിൽ മാറ്റം വരിക, അല്ലേ. ഇൻഡെക്സ് ഫണ്ട്സ് ട്രാക്ക് എ സ്പെസിഫിക് മാർക്കറ്റ് ഇൻഡെക്സ് ഡു നോട്ട് റിക്വയർ ആക്റ്റീവ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇൻഡെക്സ് ഫണ്ട് അത് നമ്മൾ പറഞ്ഞു തരുന്നത് തന്നെയാണ്, ആക്റ്റീവായിട്ട് ഒരു മാനേജ്മെൻറ്റ് ആവശ്യമില്ല. അത് സ്പെസിഫിക് ആയിട്ടുള്ള ഇപ്പോൾ BSE സെൻസെക്സിന് ബേസ് ചെയ്താണെങ്കിൽ അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളത് നോക്കിയാൽ മതി. നിഫ്റ്റി ആണെങ്കിൽ അത് ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ എന്നുള്ളത് നോക്കിയാൽ മതി, നിഫ്റ്റി ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടാണെങ്കിൽ, അല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ശരിയാണ്. അടുത്ത നമുക്ക് നോക്കാം ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ് അടുത്ത ടോപ്പിക്ക്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവിൻ്റെ ഫീച്ചർ അല്ലാത്ത ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ദേ ഡെറൈവ് വാല്യൂ ഫ്രം ആൻ അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ ഡെറിവേറ്റീവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഡെറിവേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡെറിവേറ്റീവ് അതിൻ്റെ വാല്യൂ എന്തിനെ ബേസ് ചെയ്താണ് വരിക, ഓൺ ദി ബേസിസ് ഓഫ് ആൻ അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ അതിൽ കമ്മോഡിറ്റിയെ ബേസ് ചെയ്തോ, അപ്പോൾ അതുപോലുള്ള ഏതെങ്കിലും ഒരു അസറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ വാല്യൂ ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെറിവേറ്റീവായിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കോമൺ ആയിട്ട് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു അസറ്റ്, ഇപ്പോൾ കമ്മോഡിറ്റി ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇപ്പോൾ റബ്ബറിനെ ബേസ് ചെയ്ത് നമുക്ക് ഡെറിവേറ്റീവ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ ചെയ്യാം. അപ്പോൾ റബ്ബറിൻ്റെ വാല്യൂ അതിനെ ബേസ് ചെയ്താണ് അതിൻ്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്നത്, അല്ലേ. അപ്പോൾ റബ്ബറാണ് ഇവിടെ അപ്പോൾ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ ശരിയായിട്ടുള്ള കാര്യമാണ്. ദേ ക്യാൻ ഓൺലി ബി ട്രേഡഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നമുക്ക് ഈ ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഓവർ ദി കൗണ്ടർ OTC ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്, അല്ലേ.
അപ്പോൾ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് ശരിയായിട്ട് വരുന്നത് അല്ലേ, അത് തെറ്റായിട്ട് കാര്യം അതാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദി പ്രൈമറി, ഇപ്പം ഇതോടെ നോക്കുക, നമുക്ക് ഡെറിവേറ്റീവ്സിൽ ഹെഡ്ജിങ്, സ്പെക്കുലേഷൻ, ആർബിട്രേജൊക്കെ വരുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയൊക്കെ ഇത് ഡെറിവേറ്റീവ് ഉപയോഗിക്കുന്നുണ്ട്, ശരിയായിട്ടുള്ള കാര്യമാണ്. ദേ ഇൻക്ലൂഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ്, സാപ്സ്, ഇതെല്ലാം ഡെറിവേറ്റീവിലെ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റുകളാണ് അല്ലേ, അപ്പോൾ അതെല്ലാം ശരിയാണ്. ദെൻ വാട്ട് ഈസ് ദി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ്, കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ടു ഹെഡ്ജ് അഗൈൻസ്റ്റ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഇൻ കമ്മോഡിറ്റി അല്ലേ, കമ്മോഡിറ്റിയിലെ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ് നിർദ്ദേശിക്കുക. അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ വെച്ചുകൊണ്ട്, പ്രൈസിലുണ്ടാകുന്ന വ്യത്യാസം വെച്ചുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കലാണ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ് നടക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ മേജർ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ മേജർ ആയിട്ടുള്ള കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ MCX ആണ്. ഇപ്പോൾ MCX എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മോഡിറ്റിയിൽ മേൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഡീൽ ചെയ്യുന്ന ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ സെക്ഷനാണ് MCX എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്നാണ് കേട്ടോ, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ് MCX. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് ട്രൂ അബൌട്ട് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള കാര്യം, ദേ ആർ ഓൺലി യൂസ്ഡ് ഫോർ ട്രേഡിംഗ് ഇൻ ഫിസിക്കൽ കമ്മോഡിറ്റി, ഫിസിക്കൽ കമ്മോഡിറ്റികളിൽ മാത്രമാണ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് ഫിനാൻഷ്യൽ അസറ്റുകളും ഒപ്പം തന്നെ ഫിസിക്കൽ കമ്മോഡിറ്റിയിലും ഡെറിവേറ്റീവ് ഉണ്ടല്ലേ. ഫിനാൻഷ്യൽ അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക്, ഇൻഡിസസ്, ഇൻട്രസ്റ്റ് റേറ്റ്, അതിനൊക്കെ ബേസ് ചെയ്ത് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഫിസിക്കൽ കമ്മോഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ്, ഓയിൽ, വീറ്റ്, അതിനൊക്കെ ബേസ് ചെയ്തും ഡെറിവേറ്റീവ് ഉണ്ടല്ലേ. അപ്പോൾ ദേ ആർ കോൺട്രാക്ട്സ് ബേസ്ഡ് ഓൺ ഫിനാൻഷ്യൽ അസറ്റ്സ് ലൈക്ക് സ്റ്റോക്ക്, ഇൻഡിസസ് ഓർ ബോൺഡ്സ്. ഇപ്പോൾ നോക്കുക, ദേ ആർ കോൺട്രാക്ട് ബേസ്ഡ് ഓൺ ഫിനാൻഷ്യൽ അസറ്റ്. അപ്പോൾ സ്റ്റോക്കിനെയും ഇൻഡെക്സുകളെയും ബോണ്ടുകളൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫിനാൻഷ്യൽ അസറ്റ്, അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അസറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കോൺട്രാക്റ്റുകളാണ് ഈ ഒരു ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യമാണല്ലേ. ദേ ഹാവ് നോ കണക്ഷൻ ടു മാർക്കറ്റ് റിസ്ക്, മാർക്കറ്റുമായിട്ട് റിസ്ക് ഇല്ല എന്നാണ് പറയുന്നത്, റിസ്ക് ഉണ്ടല്ലേ, അതും തെറ്റായിട്ടുള്ള കാര്യമാണ്. ദേ ഓൺലി ഇൻക്ലൂഡ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്, ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ മാത്രമല്ല അതിൽ ഓപ്ഷൻസ്, ഫോർവേഡ്സ്, സാപ്സ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ട്, നോട്ട് ജസ്റ്റ് ഫ്യൂച്ചേഴ്സ് അല്ലേ, ഫ്യൂച്ചേഴ്സ് മാത്രമല്ല, അപ്പോൾ അതും തെറ്റാണല്ലേ. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ടിപ്പിക്കലി ട്രേഡഡ് ഓൺ കമ്മോഡിറ്റി എക്സ്ചേഞ്ച്, കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് ഗോൾഡ്, ക്രൂഡ് ഓയിൽ, വീറ്റ്, ഇതൊക്കെ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. സേവിങ്സ് ബോൺസുകൾ, അങ്ങനത്തുള്ള ബോണ്ടുകളൊന്നും കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യപ്പെടുന്നില്ല. അടുത്തത് വാട്ട് ഈസ് ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ ഓഫ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് കമ്പയർഡ് ടു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഇവിടെ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ഫീച്ചർ, അവരുടെ പ്രത്യേകത എന്താണ് ചോദിച്ചിരിക്കുന്നത്. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ആർ ബേസ്ഡ് ഓൺ ഫിസിക്കൽ ഗുഡ്സ്, കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസ് ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ ഗുഡ്സ് മേലാണ്, അതായത് റബ്ബർ, വീറ്റ്, ഗോൾഡ്, അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ഉണ്ട്. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ആർ ട്രേഡഡ് ഓൺലി ഇൻ സ്പോട്ട് മാർക്കറ്റ്, സ്പോട്ട് മാർക്കറ്റിൽ മാത്രമല്ല. സ്പോട്ട് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡെലിവറി നടത്തുന്ന രീതിയിലുള്ള സംവിധാനമാണ് സ്പോട്ട് മാർക്കറ്റുള്ളത് അല്ലേ. പക്ഷേ ഡെറിവേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിലെ ഒരു ഡേറ്റിലാണ് അതിൻ്റെ വാല്യൂ നമ്മൾ കൂടുതൽ കുറയാൻ നോക്കിയിട്ട് അതിൻ്റെ ലാഭനഷ്ടങ്ങൾ വരുന്നത് അല്ലേ. ഇപ്പോൾ സ്പോട്ട് മാർക്കറ്റിൽ എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ശരിയായിട്ടുള്ള കാര്യം എന്താണ്? കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ആർ ബേസ്ഡ് ഓൺ ഫിസിക്കൽ ഗുഡ്സ് എന്നുള്ളതാണ്. ദ നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച്, അത് ഓർത്തിരിക്കുക, ദ നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച്, അതായത് NCDX അല്ലേ, അതും എന്താണ്? അതൊരു കമ്മോഡിറ്റി എക്സ്ചേഞ്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കമ്മോഡിറ്റി എക്സ്ചേഞ്ചിനെ കുറിച്ച് കണ്ടായിരുന്നു, MCXനെ കുറിച്ച് കണ്ടു അല്ലേ, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള കമ്മോഡിറ്റികളും വരും. പക്ഷേ ഇവിടെ NCDXൽ പ്രധാനമായിട്ടും അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് ലൈക്ക് വീറ്റ് ആൻഡ് പൾസ് ആണ് ഈ NCDXൽ അവിടെ ഡീൽ ചെയ്യപ്പെടുന്ന കമ്മോഡിറ്റി. വാട്ട് ആർ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്, ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഹൂസ് വാല്യൂസ് ഡെറിവേഡ് ഫ്രം ആൻ അണ്ടർലൈങ് അസറ്റ്. അത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, അതിൻ്റെ വാല്യൂ, അതിൻ്റെ വില എന്ന് പറയുന്നത് അത് ഏത് അസറ്റിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്, അതിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് ഇതിൻ്റെ വിലയിലും മാറ്റങ്ങൾ വരിക. വാട്ട് ഈസ് ദി അണ്ടർലൈങ് അസറ്റ് ഇൻ ആൻഡ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ്, ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ബേസ് ചെയ്തിരിക്കുന്നത് അണ്ടർലൈങ് അസറ്റിനെയാണ്. എന്താണ് ഈ അണ്ടർലൈങ് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അണ്ടർലൈങ് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ അസറ്റ് ഓർ ബെഞ്ച് മാർക്ക് ടു വിച്ച് ഡെറിവേറ്റീവ്സ് വാല്യൂ ഈസ് ലിങ്ക്ഡ്, ആ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത് ഏത് അസറ്റിനെ ബേസ് ചെയ്താണോ ആ അസറ്റിനെയാണ് നമ്മൾ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ഏതൊക്കെയാണ്? അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നു, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സാപ്സ്, അതൊക്കെയാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് അല്ലേ. അപ്പോൾ ഇത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. ദെൻ വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് യൂസിങ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്, അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ടു മാനേജ് റിസ്ക് ആൻഡ് സ്പെക്കുലേറ്റ് ഓൺ പ്രൈസ് മൂവ്മെൻറ്റ്സ്, റിസ്ക് കുറയ്ക്കുക, അപ്പോൾ തന്നെ വിലയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ മാനേജ് ചെയ്ത് നമുക്ക് കൂടുതൽ ലാഭം നേടുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ മേജർ കമ്മോഡിറ്റി ഡെറിവേറ്റീവ് ട്രേഡഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്മോഡിറ്റി എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റി ആയിട്ടുള്ള വീറ്റും കോട്ടണൊക്കെയാണ് പ്രധാനമായിട്ട് ഇന്ത്യയിൽ കമ്മോഡിറ്റി ട്രേഡ് ചെയ്യപ്പെടുക.
Then what is the primary benefit of commodity derivatives for farmers? ഫാർമേഴ്സിന് ഇത്തരത്തിലുള്ള ഡെറിവേറ്റീവ് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് പ്രൈസ് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. അതായത് ഭാവിയിൽ നമുക്ക് ഒരു വിലയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിൽക്കാനും മറ്റും ഒക്കെ സാധിക്കും. അപ്പോൾ അത്ര നമുക്ക് പ്രൈസിലുണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ച് റിസ്ക് കൂടുതലാണ്. റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഡെറിവേറ്റീവ് എഗ്രിമെൻറ്റിൽ ഫാർമേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഏർപ്പെടുന്നത്. Then which of the following is a major commodity exchange in India? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഏതാണ്? മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ആണ്, അല്ലെ MCX ആണ്. Then what is the role of commodity exchange? കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൻ്റെ റോൾ എന്താണ്? ടു പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ ട്രേഡിംഗ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ്. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ചെയ്യുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുക. Then what is a derivative instrument? നമ്മൾ ആദ്യം കണ്ടതാണ്, ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ് ആണ് whose value is derived from underlying asset. Which of the following is a key feature of derivative instrument? ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണ്? എബിലിറ്റി ടു ഹെഡ്ജ് റിസ്ക് നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈനാൻഷ്യൽ റിസ്ക് നമുക്ക് അത് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. റിസ്കിൻ്റെ ഹെഡ്ജിങ് അല്ലെങ്കിൽ ഹെഡ്ജ് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. വാട്ട് ഈസ് എ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്? ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്താണെന്ന് പിന്നെ ചോദിച്ചിരിക്കുന്നു. ഡെറിവേറ്റീവ് ബേസ്ഡ് ഓൺ ഫിനാൻഷ്യൽ അസറ്റ്സ് ലൈക്ക് സ്റ്റോക്ക്, ബോൺസ് ആൻഡ് കറൻസീസ്. നമ്മൾ ആദ്യമൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. വാട്ട് ഈസ് എ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്? കമ്മോഡിറ്റി ഡെറിവേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡെറിവേറ്റീവ് ബേസ് ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ കമ്മോഡിറ്റീസ് ആയിട്ടുള്ള ഗോൾഡ്, ഓയിൽ, അഗ്രികൾച്ചർ പ്രോഡക്റ്റ് അതിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും, അല്ലേ? ദെൻ വാട്ട് ഈസ് ദി പ്രൈമറി യൂസ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്? അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഹെഡ്ജിങ് റിസ്ക് അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് പർപ്പസ്, അല്ലേ? ഒന്നെങ്കിൽ റിസ്ക് കുറയ്ക്കുക അല്ലെങ്കിൽ വിലയിലുണ്ടാകുന്ന കൂടുതൽ കുറവ് അതിനെ മുതലാക്കിക്കൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. വാട്ട് ഈസ് ദി പ്രൈമറി യൂസ് ഓഫ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്? അതിൻ്റെ പ്രധാനപ്പെട്ട യൂസേജ് എന്താണ്? ഹെഡ്ജിങ് അഗെയിൻസ്റ്റ് പ്രൈസ് വോളറ്റാലിറ്റി ഇൻ ഫിസിക്കൽ കമ്മോഡിറ്റീസ്, അല്ലേ? അത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ചേഞ്ചസ് സ്പെഷ്യലൈസ് ഇൻ അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ്? അഗ്രികൾച്ചർ കമ്മോഡിറ്റീസിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കമ്മോഡിറ്റി മാർക്കറ്റ് ഏതാണ്? നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ NCDEX ആണ്, അല്ലേ? പിന്നെ വാട്ട് ആർ ദി ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് പ്രൈമർലി യൂസ്ഡ് ഫോർ? ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് ഇതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഹെഡ്ജിങ് അഗെയിൻസ്റ്റ് പ്രൈസ് ഫ്ലക്ച്വേഷന് നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ടാകുന്ന റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അണ്ടർലൈങ് അസറ്റ് തെറ്റാണ്. ജനറേറ്റിംഗ് ഫിക്സ്ഡ് ഇൻകം തെറ്റാണ്, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് കറക്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്? ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ദേ ഡെറൈവ് ദർ വാല്യൂ ഫ്രം അണ്ടർലൈങ് ഫിനാൻഷ്യൽ അസറ്റ്. നമ്മൾ കണ്ടതാണ്, അല്ലേ? ദേ ക്യാൻ ബി ട്രേഡഡ് ഓൺ എക്സ്ചേഞ്ചിൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ സാധിക്കുള്ളൂ, തെറ്റായിട്ടുള്ള കാര്യമാണ്. അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ ഫോർ റിസ്ക്. അദ്ദേഹം അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ ഫോർ റിസ്ക് കുറയ്ക്കാനുള്ള അൺലിമിറ്റഡ് പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്, കഴിവുണ്ടെന്ന് പറയുന്നത് അതും തെറ്റാണ്, അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്? ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൻ്റെ പെടാത്തത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടൈപ്പ് അല്ലാത്തതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസ് ഒക്കെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആണ്, അല്ലേ? മ്യൂച്വൽ ഫണ്ട് അല്ല, അല്ലേ? ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 3 ഈസ് കറക്റ്റ്. അതായത് നോട്ട് എ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ 3 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. വാട്ട് ഈസ് എ കീ ഫീച്ചർ ഓഫ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്? കമ്മോഡിറ്റി ഡെറിവേറ്റീവ് കീ പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണ്? ദേ ആർ ബേസ്ഡ് ഓൺ ഫിസിക്കൽ ഗുഡ്സ് ഓർ കമ്മോഡിറ്റി, അല്ലേ? അതിനൊരു അണ്ടർലൈങ് അസറ്റ് ഉണ്ടാവും, അതിനെ ബേസ് ചെയ്താണ് അതിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ അത് തന്നെയാണ്, അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ മേജർ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ? ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഏതാണ്? മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്, MCX ആണ്, അല്ലേ? വാട്ട് ടൈപ്പ് ഓഫ് കമ്മോഡിറ്റി ഡസ് എ നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച്? NCDEX ഡീൽ ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ടു, അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് ആണ്, അല്ലേ? അപ്പോൾ ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ് വരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ റിഗാർഡിംഗ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്? ഫ്യൂച്ചർ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് സത്യമായിട്ടുള്ള കാര്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേ ഒബ്ലിഗേറ്റ് ദ ബയർ ടു പർച്ചേസ് അണ്ടർലൈങ് അസറ്റ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. നമ്മളൊരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു അസറ്റ് വാങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അസറ്റ് വാങ്ങാനുള്ള ഒരു ഒബ്ലിഗേഷൻ നമുക്ക് ഉണ്ടല്ലേ? ദേ ഒബ്ലിഗേറ്റ് ദ ബയർ ടു പർച്ചേസ് ദ അണ്ടർലൈങ് അസറ്റ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ശരിയാണ്. ദേ ക്യാൻ ബി സെറ്റിൽഡ് ഓൺലി ഇൻ ക്യാഷ് വഴി മാത്രമേ സെറ്റിൽ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് തെറ്റാണ്. വേണമെങ്കിൽ നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഡെലിവറി നടത്തിക്കൊണ്ട് അണ്ടർലൈങ് അസറ്റ് ഏതാണോ അസറ്റ് കൊടുത്താൽ മതി, അല്ലേ? അല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഉം 3 ആണ് കറക്റ്റായിട്ട് വരുന്നത്, അല്ലേ? ദേ ഹാവ് പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ് ആൻഡ് എക്സ്പിറേഷൻ ഡേറ്റ്. അതിൻ്റെ ഒരു നിശ്ചിത മുൻകൂട്ടി നിശ്ചയിച്ച വിലയുണ്ടാവും, അതിനകത്ത് കാലാവധി ഉണ്ടാവും, അതും ശരിയായിട്ടുള്ള കാര്യമാണ്, അല്ലേ? ദെൻ വിച്ച് ഇസ് ദി മെയിൻ ഫംഗ്ഷൻ ഓഫ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച്? കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? കമ്മോഡിറ്റി പ്രധാന ഫംഗ്ഷൻ പ്രൊവൈഡ് പ്ലാറ്റ്ഫോം ഫോർ പ്രൈസ് ഡിസ്കവറി ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് ഇൻ കമ്മോഡിറ്റി, അല്ലേ? കമ്മോഡിറ്റിയിൽ റിസ്ക് മാനേജ് ചെയ്യുക, ആ കമ്മോഡിറ്റിയുടെ വില പ്രൈസ് ഡിസ്കവറി വില നിശ്ചയിക്കപ്പെടുക. അപ്പോൾ അതൊക്കെയാണ് കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. Then which of the following statements are correct? A derivative is a financial contract whose value depends upon the value of underlying asset, അല്ലേ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, ശരിയാണ്. Then financial derivatives includes instruments like options, futures, forwards, swaps. ഇതെല്ലാം ഈ ഡെറിവേറ്റീവ്സ് ഇൻസ്ട്രുമെൻ്റ് ആണല്ലേ, ശരിയായിട്ടുള്ള കാര്യമാണ്.
കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ആർ പ്രൈമർലി യൂസ്ഡ് ഫോർ സ്പെക്കുലേറ്റിംഗ് ഓൺ കറൻസി പ്രൈസ്. കറൻസി പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻ മാത്രമാണ് കമ്മോഡിറ്റി ഡീൽ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ 1 and 2 ആർ കറക്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? താഴെ പറഞ്ഞതിൽ കറക്റ്റ് ഏതാണ്? ഡെറിവേറ്റീവ്സ് ആർ ഓൺലി യൂസ്ഡ് ഫോർ സ്പെക്കുലേറ്റീവ് പർപ്പസ്. സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ഡെറൈവ് ദ വാല്യൂ ഫ്രം ഫിസിക്കൽ ഗുഡ്സ് ശരിയായിട്ടുള്ള കാര്യമാണ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഹെൽപ്സ് മാനേജ് ടു റിസ്ക് റിലേറ്റഡ് ടു മാർക്കറ്റ് വോളറ്റാലിറ്റി. അപ്പോൾ മാർക്കറ്റിലുണ്ടാകുന്ന പ്രൈസ് ഫ്ലക്ച്വേഷനും അത്തരത്തിലുള്ള വോളറ്റാലിറ്റി അതിൽ നിന്ന് റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഡെറിവേറ്റീവ്സ് സഹായിക്കുന്നത് മാനേജ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ 2 and 3 ആർ കറക്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഫെസിലിറ്റേറ്റ് ട്രേഡിംഗ് ഇൻ അഗ്രികൾച്ചറൽ മെറ്റൽ ആൻഡ് എനർജി കമ്മോഡിറ്റീസ് ശരിയാണ്. ദ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഈസ് ലാർജസ്റ്റ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ശരിയാണ് അല്ലേ. ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൺലി ഡീൽസ് ഇൻ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്. കമ്മോഡിറ്റി ഡെറിവേറ്റീവിൽ ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡീൽ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അവിടെ സ്റ്റോക്കുകളും ഷെയറുകൾ ഡിബഞ്ചറുകളൊക്കെ അവർ ഡീൽ ചെയ്യുന്നുണ്ടല്ലേ. ദെൻ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ഫോർ ഹെഡ്ജിങ് റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കുന്നത് ശരിയാണ്. ഡെറിവേറ്റീവ്സ് പ്രൊവൈഡ് എ മെക്കാനിസം ടു ലോക്ക് ഇൻ പ്രൈസ് ഓർ റിട്ടേൺസ് ഇൻ അഡ്വാൻസ്. അപ്പോൾ പ്രൈസ് ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് മുൻകൂട്ടി നമ്മുടെ വരുമാനത്തോടെ മനസ്സിലാക്കാൻ സാധിക്കുക തുടങ്ങിയ അത്തരത്തിൽ മെക്കാനിസം ഉണ്ട് ശരിയാണ്. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ആർ ഓൺലി ട്രേഡഡ് ഇൻ ഗ്ലോബൽ എക്സ്ചേഞ്ച്. ഗ്ലോബൽ എക്സ്ചേഞ്ചിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്ന പറയുന്നത് കമ്മോഡിറ്റി തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലേ. അത് ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ അത് ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ചസ് ലൈക്ക് MCX NCDEX അലൗ ട്രേഡിംഗ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് അല്ലേ. അപ്പോൾ MCXൽ നമുക്ക് എല്ലാ തരത്തിലുള്ള കമ്മോഡിറ്റിയും NCDEXൽ അഗ്രികൾച്ചർ പ്രൊഡക്റ്റുമാണ് ഡീൽ ചെയ്യപ്പെടുന്നത് ശരിയാണ്. അപ്പോൾ A is false but R is true എന്ന് പറയാം അല്ലേ. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്രൈസ് ഡിസ്കവറി. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ആ കമ്മോഡിറ്റിയുടെ വില നിശ്ചയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ശരിയാണ്. പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫാക്ടേഴ്സ് റിഫ്ലക്റ്റഡ് ഇൻ ദി ഡെറിവേറ്റീവ്സ് മാർക്കറ്റ്. ഈ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ എത്ര ആളുകൾ വാങ്ങാനുണ്ട് വിൽക്കാനുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മോഡിറ്റിയുടെ വിലയിലും കൂടുതൽ കുറവൊക്കെ വരാം അല്ലേ. അപ്പോൾ 2 കാര്യങ്ങൾ ശരിയാണല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി. നമുക്ക് ഇന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫോർവേഡ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ് എല്ലാവരും പരമാവധി മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.